സത്യത്തിൽ എന്തൊക്കെയോ PR മാജിക്കിലൂടെ പിണറായി വിജയൻ എന്ന കേരളത്തിലെ സമാനതകളില്ലാത്ത കരുത്തുറ്റ ഒരുപാട് പോരാട്ടങ്ങൾക്ക് നായകത്വം വഹിച്ച ഒരു കരുത്തുറ്റ നിലപാടിന്റെ ഉടമയായ ഈ പിണറായി വിജയൻ സഖാവിനെ ഈ രണ്ടാം ഊഴം കഴിഞ്ഞപ്പോൾ ഈ PR ഏജൻസികൾ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ചുറ്റിനും കൂടിയ അവതാരങ്ങൾ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. എനിക്കൊക്കെ അദ്ദേഹത്തോട് പല കാര്യങ്ങളും വിയോജിപ്പുണ്ടെങ്കിലും 10 വർഷം തുടർച്ചയായി കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി, അതിനേക്കാളുപരി ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടിലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ ഒരു പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരുന്ന കരുത്തുള്ള ഒരാൾ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരാൾക്കും അവകാശപ്പെടാനാവില്ല. കരുണാകരന് സാധിച്ചിരുന്നില്ല, ആന്റണിക്കൊട്ടും സാധിച്ചില്ല, CPM-ൽ VS-ന് സാധിച്ചില്ല, EMS-ന് സാധിച്ചില്ല, EK നായനാർക്ക് സാധിച്ചില്ല. അത് സാധ്യമാക്കിയ ഒരാളാണ് ഈ പറയുന്ന പിണറായി വിജയൻ സഖാവ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തെ ഈ മൂന്നാം ഊഴമായപ്പോൾ അദ്ദേഹത്തെ നിലനിർത്താനും അദ്ദേഹത്തിനെ പൂശിക്കാണിക്കാനും വേണ്ടി കുറെ ചുട്ടിപ്പൂശാന്മാര് ഇറങ്ങി അദ്ദേഹത്തെ എന്തെല്ലാം കോലങ്ങളാണ് കെട്ടിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം തന്നെ ഒരു തവണ പറഞ്ഞ ഈ അവതാരങ്ങൾ ഇന്ന് കേരളത്തിന്റെ ഒരു കരുത്തുറ്റ രാഷ്ട്രീയ നേതാവിനെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമാക്കി മാറ്റി ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സംഗതിയെ മാറ്റിമറിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഒടുവിൽ പുറത്തു വന്ന ഈ വീഡിയോ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്ക് പുറത്തെന്ന് പറയുകയും വരും. ഇവിടെ കാരണം സാർ പറയാ കണക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, ഇപ്പൊ കയറി വേണം മക്കളെയാണ് നീ നമുക്ക് ചെയ്യാന്ന് പറയാം. ഇത്ര കുറച്ചും വയർന്നാവും ഒറ്റടല്ലേ കണക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, നീ കയറി വേണം ഇപ്പൊ കയറി വേണം മക്കളെയാണ് നമുക്ക് ചെയ്യാന്ന് പറയാം. ഓക്കെ ശരി. നമസ്കാരം, ഞാൻ സുജിത്ത് ഭക്തൻ. എനിക്ക് ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. എനിക്ക് താങ്കളുമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പേടിയുണ്ട്, കണക്ക് പുറത്തുനിന്ന് പറയുമോ എന്നുള്ളതാണ് എന്റെ പേടി. ആ പേടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഗോഡ് ഫാദർ പറഞ്ഞ കാര്യമാണ്, നീതി വേണം മക്കളെ. ഓ അടിപൊളി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് തുടങ്ങാം. യൂട്യൂബിൽ കാണാം നമ്മുടെ പോഡ്കാസ്റ്റ്. ഈ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തെ പോലൊരു മനുഷ്യന് ഇത്രയേ ആളുകളെ വിളിച്ചുകൂട്ടി യൂട്യൂബിലൂടെ അഭിമുഖം കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ആക്കേണ്ട ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങളിൽ കേരളം മുഴുവൻ വളരെ ഭീകരമായ ബോർഡുകൾ വെച്ച്, അതും ഒരു മണ്ഡലത്തിലൊക്കെ വെറും 4-5 കിലോമീറ്റർ അല്ലെ 10 കിലോമീറ്ററിൽ 30-35 ബോർഡുകളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. ഇതൊന്നും അദ്ദേഹത്തോട് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു നെറേറ്റീവിന്റെ ആവശ്യമില്ല. ഒരുപക്ഷെ ചില മനുഷ്യർക്ക് ചില പൊസിഷനുകൾ കൊണ്ട്, അവരുടെ ചില ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ കൊണ്ട് കിട്ടുന്ന ചില മേൽവിലാസങ്ങളുണ്ട്. അതെന്നും ജനകീയ അംഗീകാരമുള്ള മുദ്രകളാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 5 വർഷം കിട്ടും, ചിലപ്പോൾ 10 വർഷം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പൂശ നടക്കുന്നവരടുത്ത്, 1-ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2-ാം പിണറായി സർക്കാർ വന്നത് നിങ്ങളുടെ PR പൂശലിലാണോ? അല്ലല്ലോ. അന്ന് വന്നതെങ്ങനെയാ? അന്നത്തെ കോവിഡും വെള്ളപ്പൊക്കവും ഒക്കെ മാനേജ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ടാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും കാത്തിരുന്ന ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പരിവേഷത്തിലാണ് അദ്ദേഹം വന്നത്. 10 വർഷം തുടർന്നു. ഇനി അതിനപ്പുറം വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനെന്നുള്ള പേരിൽ ഇങ്ങനെയൊക്കെ കാണിപ്പിക്കേണ്ട ഒരു കാര്യവും പിണറായി വിജയൻ സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഈ ഒപ്പം നിൽക്കുന്ന അവതാരകരും അതുപോലെ തന്നെ ചുട്ടിപ്പൂശാന്മാരും എല്ലാവരും അവരവരുടെ ലാവണത്തിന് വേണ്ടി കയറിയിരുന്ന് ഇതുപോലെ ഉണ്ടാക്കി വിടുക, എന്നിട്ട് അവരുടെ ജീവിതം ഭദ്രമാക്കുക. കോടിക്കണക്കിന് രൂപ ഇതുവരെ ചെലവഴിക്കുമ്പോൾ കൈയിട്ടവർക്കെല്ലാം ഒന്ന് നക്കാൻ എന്തെങ്കിലും കിട്ടുന്ന തരത്തിൽ അത് നക്കി ഉപയോഗിക്കുക, എന്നിട്ടൊരു മനുഷ്യനെ ഇങ്ങനാക്കി തീർക്കുക.